നമസ്കാരം. പോയ വാരത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഈ ലക്കം ആഴ്ചവട്ടം നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന പേരറിവാളിന് മോചനം. ഭരണഘടനയുടെ 142 വകുപ്പ് പ്രകാരം പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് പേരറിവാളിനെ വിട്ടയക്കുവാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. 30 വർഷത്തെ ജയിൽ വാസത്തിനു ശേഷമാണ് വിട്ടയക്കുവാനുള്ള തീരുമാനം. രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ബെൽറ്റ് ബോംബ് നിർമ്മിക്കാൻ ബാറ്ററി വാങ്ങി നൽകി എന്നതായിരുന്നു പേരറിവാളിനെതിരായ കുറ്റം. എന്നാൽ ബാറ്ററി വാങ്ങി നൽകിയത് എന്തിനു വേണ്ടിയാണെന്ന് പേരറിവാളിന് അറിയില്ലായിരുന്നുവെന്ന് പിന്നീട് അന്വേഷണ സംഘാംഗം തന്നെ വെളിപ്പെടുത്തി. ഇതിനു പിന്നാലെ പേരറിവാളിന്റെ മോചനത്തിനായി തമിഴ്നാട്ടിലാകമാനം മുറവിളി ഉയർന്നു. 1998 പേരറിവാളിനടക്കം 26 പേർക്ക് വധശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. 1999 സുപ്രീം കോടതി 19 പ്രതികളെ വെറുതെ വിട്ടു. പേരറിവാളിനും മറ്റു 3 പേർക്കും വധശിക്ഷയും 3 പേർക്ക് ജീവപര്യന്തവും വിധിച്ചു. വധശിക്ഷ ഇളവ് ചെയ്യുന്നതിന് നൽകിയ ദയാഹർജിയിൽ തീരുമാനമറിയാൻ 2011 വരെ കാത്തിരിക്കേണ്ടി വന്നു. ദയാഹർജി രാഷ്ട്രപതി തള്ളി. മറ്റൊരു പ്രതിയായ നളിനിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. ദയാഹർജി പരിഗണിക്കുന്നതിൽ വരുത്തിയ കാലതാമസം പരിഗണിച്ച് 2014 സുപ്രീം കോടതി പേരറിവാളിന്റെയും മറ്റ് 2 പേരുടെയും ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. ഇതോടെ ജീവപര്യന്ത തടവുകാരുടെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് 2014 അന്നത്തെ ജയലളിത സർക്കാർ പേരറിവാളനടക്കം 7 പേരെയും മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. സുപ്രീം കോടതി ഇത് തടഞ്ഞു. പിന്നീട് പേരറിവാളൻ ഗവർണർക്ക് ദയാഹർജി സമർപ്പിച്ചു. ദയാഹർജി പരിഗണിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇതിന്റെ പിൻബലത്തിൽ 2018 7 തടവുകാരെയും മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ ഗവർണറോട് ശുപാർശ ചെയ്തു. ശുപാർശയിൽ തീരുമാനമെടുക്കാൻ 2.5 വർഷത്തോളം വൈകിയ ഗവർണർ അവസാനം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, ജീവൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവാദ പരാമർശം നടത്തിയ KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ കേസ്. പ്രാദേശിക DYFI നേതാവിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. വിദ്വേഷ പ്രസംഗം നടത്തിയെന്നതിന്റെ പേരിൽ IPC 153 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തൃക്കാക്കര മണ്ഡലത്തിൽ ചങ്ങല പൊട്ടിയ നായെപ്പോലെയാണ് മുഖ്യമന്ത്രി വരുന്നതെന്നായിരുന്നു സുധാകരന്റെ പരാമർശം. വീഡിയോ പുറത്തുവന്നതോടെ വൻ വിവാദമാവുകയും അത് മണ്ഡലത്തിൽ CPM പ്രചാരണ ആയുധമാക്കുകയും ചെയ്തു. താൻ എന്നെ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ടെന്നും പ്രാദേശിക ശൈലിയാണെന്നും വിഷമമുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സുധാകരൻ പിന്നീട് പറഞ്ഞു. ഞാൻ എന്നെക്കുറിച്ച് പറയാറുണ്ട്, ഞാനിപ്പോൾ ചങ്ങല പൊട്ടിയ പട്ടിയെ പോലെ ഓടുകയാണെന്ന് ഞാൻ പറയാറുണ്ട്. അത്രയേറെ ഫ്രഷായതാ. അതുകൊണ്ട് ഞാൻ പട്ടിയെന്നല്ല അർത്ഥം, അദ്ദേഹം പട്ടിയെന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു ഉപമയാണ്. നമ്മൾ മലബാറിലുള്ള ഒരു കൊളോക്കൽ ഉപമയാണത്. അതിലൊരു തെറ്റെന്ത് പറയാനുള്ളത്? അദ്ദേഹം പട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നിയെങ്കിൽ അത് പിൻവലിക്കുന്നു. അങ്ങനെ തോന്നിയെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് ഞാൻ വേണ്ടിക്ക് ഇത് പറയാം. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു വാക്കിൻ്റെ അകത്തും ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ വിവാദം കൂടുതൽ ആളിക്കത്തിക്കുകയായിരുന്നു CPM. കണ്ണൂരുകാർ അത് പരസ്പരം പറയുന്നതാണെന്നും സംഭവം അടഞ്ഞ അധ്യായമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയെങ്കിലും വിവാദം പരമാവധി CPM നേതൃത്വം പ്രചാരണായുധമാക്കി. ന്യൂസ് ഡെസ്ക്, ജീവൻ. 42 വാർഡുകളിലേക്കുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറ്റം. 25 LDF വിജയിച്ചു. 7 സീറ്റുകൾ പിടിച്ചെടുത്തു. കൊല്ലം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6-ൽ 5 LDF വിജയിച്ചു. LDF UDFൽ നിന്ന് 2ഉം BJPയിൽ നിന്ന് 1 വാർഡും പിടിച്ചെടുത്തു. കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. സുരക്ഷിത ഭൂരിപക്ഷത്തോടെ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. മലപ്പുറം ജില്ലയിൽ 3-ൽ 2 UDFന് ജയം. ആലങ്കോട് പഞ്ചായത്തിൽ LDF സീറ്റ് UDF പിടിച്ചെടുത്തപ്പോൾ വള്ളിക്കുന്ന് UDF സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ നഗരസഭ 35-ാം വാർഡ് BJP നിലനിർത്തി. BJPയിലെ സുരേഷ് R. നായർ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതോടെ ഭരണത്തിലെത്താനുള്ള ഇടത് സാധ്യത ഇല്ലാതായി. ഇടുക്കിയിൽ 3ഇടങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 LDFും 1 BJPയും വിജയിച്ചു. അയ്യപ്പൻകോവിലിൽ LDFും ഇടമലക്കുടിയിൽ BJPയും സീറ്റ് നിലനിർത്തിയപ്പോൾ ഉടുമ്പന്നൂരിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. തൃപ്പൂണിത്തുറയിൽ LDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ NDA പിടിച്ചെടുത്തു. ഇളമനത്തോപ്പ് പിഷാരികോവിൽ ഡിവിഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് LDFന് തിരിച്ചടി. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും ഭരണമാറ്റമുണ്ടാവില്ല. ന്യൂസ് ഡെസ്ക്, ജീവൻ. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കുന്നത്തുനാട് MLA PV ശ്രീനിജനെ തള്ളി CPM. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല പാർട്ടിയുടെ നിലപാടെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. 2020 വോട്ട് തേടും മുന്നേ PV ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണമെന്ന് സാബു M. ജേക്കബ് ആവശ്യപ്പെട്ടിരുന്നു.
2020 ഉൾപ്പെടെ വോട്ടുകൾ LDFന് ലഭിക്കുമെന്ന് P. രാജീവ് പറഞ്ഞു. അതേസമയം CPM ഇടപെട്ടതോടെയാണ് സാബു ജേക്കബിനെ പരിഹസിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് PV ശ്രീനിജൻ MLA പിൻവലിച്ചത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ 2020 വോട്ട് തേടും മുന്നേ PV ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണമെന്ന് സാബുവും ജേക്കബ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനോടാണ് ആരുടെയെങ്കിലും കയ്യിൽ കുന്നംകുളം മാപ്പുണ്ടെങ്കിൽ തരണമെന്നാവശ്യപ്പെട്ട് ശ്രീനിജൻ സാമൂഹിക മാധ്യമം വഴി പരിഹസിച്ചത്. ശ്രീനിജനുള്ള മറുപടി ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ടാകുമെന്ന വെല്ലുവിളിയായിരുന്നു സാബു ജേക്കബിന്റെ മറുപടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, തെറ്റുകൾ തിരുത്താൻ തയ്യാറാവണം. ഈ പറയുന്ന ഭയം കൊണ്ട് ഞങ്ങൾ ആളെ നിർത്തിയില്ല എന്ന് പറയുന്ന MLAയും ഈ റെയ്ഡുകൾക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത MLAയും ഒക്കെ ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പരസ്യമായിട്ട് പറയട്ടെ. ഇതാദ്യമായല്ല സാബു M. ജേക്കബും PV ശ്രീനിജനും നേർക്കുനേർ വരുന്നത്. കിറ്റക്സിലെ പരിശോധനകളെ ചൊല്ലി ഇരുവരും പലവട്ടം വാക്പോര് നടത്തിയിരുന്നു. പരിശോധനകൾക്ക് പിന്നിൽ കുന്നത്തുനാട് MLA ആണെന്നും ശ്രീനിജൻ 2020 തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സാബു പലകുറി ആവർത്തിച്ചു. ഈ ആരോപണങ്ങൾക്കെല്ലാം PV ശ്രീനിജൻ കുറിക്കുകൊള്ളുന്ന മറുപടിയും നൽകി. പലപ്പോഴും CPM പിന്തുണയും ശ്രീനിജൻ ലഭിച്ചിരുന്നു. എന്നാൽ ഇക്കുറി തൃക്കാക്കര പിടിക്കാൻ കൈമൈ മറന്ന് രംഗത്തുള്ള CPM 2020 അടക്കം വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതേസമയം PV ശ്രീനിജന്റെ കുന്നംകുളം മാപ്പിന് മറുപടിയുമായി സാബു M. ജേക്കബ് രംഗത്തെത്തി. കുന്നംകുളം മാപ്പിൽ നിന്നും തൃക്കാക്കര മാപ്പ് കയ്യിലുണ്ടെന്നുമായിരുന്നു സാബുവിന്റെ മറുപടി. മെയ് 31 ശേഷം ഇത് വേണമെങ്കിൽ തരാമെന്നും സാബു വ്യക്തമാക്കി. തൃക്കാക്കര വോട്ടെടുപ്പിനെ സൂചിപ്പിച്ചുള്ള സാബുവിന്റെ മറുപടിക്ക് പിന്നാലെയാണ് CPM നേതൃത്വം ഇടപെട്ട് ശ്രീനിജന്റെ FB പോസ്റ്റ് പിൻവലിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കല്ലിടൽ അവസാനിപ്പിച്ചെങ്കിലും സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സർക്കാർ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് സർവേ തുടരുവാനാണ് തീരുമാനം. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ചൂടിനിടെ കല്ലിടലിൽ നിന്ന് സർക്കാർ പിന്മാറിയത് രാഷ്ട്രീയ വിജയമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുമ്പോൾ ഒട്ടും അയഞ്ഞിട്ടില്ലെന്ന സൂചന തന്നെയാണ് സർക്കാർ നൽകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മന്ത്രി MV ഗോവിന്ദനും സർക്കാർ നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തി. പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ലെന്നും അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കിയ സർക്കാരാണിതെന്നും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ ഓർമ്മിപ്പിച്ച് കോടിയേരി സൂചിപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിക്ക് അനുകൂലമായ ജനവിധി സിൽവർ ലൈൻ പദ്ധതിക്ക് ജനങ്ങൾ അനുകൂലമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി കല്ലിടാതെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തും. അതിനായി പണം സർക്കാർ കണ്ടെത്തും. ഇടത് സർക്കാർ സിൽവർ ലൈനിന് വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്നവർക്കൊപ്പമാണ്. നഷ്ടപരിഹാരമായി ഇപ്പോൾ പ്രഖ്യാപിച്ചതിനേക്കാൾ തുക നൽകണമെന്നാണെങ്കിൽ അതും ചർച്ച ചെയ്ത് തീരുമാനിക്കും. കോടിയേരി വിശദീകരിച്ചു. കേരളത്തിൽ മൂന്നാം ഇടത് സർക്കാർ വരാതിരിക്കാൻ സിൽവർ ലൈനിനെതിരായ രാഷ്ട്രീയ സമരം വിമോചന സമരമാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ഇനി കല്ലിടാൻ പോകുന്ന സ്ഥലത്ത് പ്രശ്നമുണ്ടെങ്കിൽ കല്ലിടാതെയും ഈ പദ്ധതി നടപ്പാക്കാം. ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാം. ജനങ്ങളുമായി യുദ്ധം ചെയ്ത് പദ്ധതി കൊണ്ടുവരാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കും. കേരളത്തിന്റെ അടുത്ത 50 വർഷത്തെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ സർക്കാരിനെ അതിന്റെ പേരിൽ നാനാഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. യാത്രക്കാരുടെ സൗകര്യം മാത്രമല്ല, കേരളത്തിന്റെ സമഗ്ര വികസനമാണ് സിൽവർ ലൈൻ ലക്ഷ്യമിടുന്നത്. ഒരൊറ്റ മനുഷ്യന് പോലും പ്രയാസമില്ലാത്ത നിലയിലെ സിൽവർ ലൈൻ വരൂ. ആർക്കെങ്കിലും വിഷമമുണ്ടായാൽ പിന്നെ പദ്ധതി ഉണ്ടാകില്ല എന്നു തന്നെ സർക്കാരിന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കടപ്പാടം നഷ്ടപ്പെടുത്തുന്നത് വലിയ ത്യാഗമാണ്. പക്ഷേ നാടിന്റെ സമഗ്ര വികസനത്തിനും ഉന്നതിക്കും വേണ്ടിയാണ് ഈ ത്യാഗമെന്ന് ജനം തിരിച്ചറിയണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഒറ്റമൂലി രഹസ്യം സ്വന്തമാക്കുവാൻ പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ഒളിവിൽ പോയ 5 പ്രതികളെ കണ്ടെത്തുവാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. പ്രതി ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിലാണ് തെളിവെടുപ്പ്. ഷൈബിൻ അഷ്റഫുമായുള്ള തെളിവെടുപ്പ് കേസിൽ നിർണായകമാകും. കൊല്ലപ്പെട്ട ഷാബാ ഷെരീഫിനെ 1.5 വർഷത്തോളം ബന്ദിയാക്കി വെച്ചതും കൊലപ്പെടുത്തിയതും ഷൈബിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. കൂട്ടുപ്രതിയായ നൌഷാദുമായി പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. മൃതദേഹം വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ വാങ്ങിയ ഹാർഡ്വെയർ കടയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഷൈബിന്റെ കാറിലെത്തിയ ഇയാൾ ഏകദേശം 5000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയെന്ന് കടയുടമ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. മലയാളി വ്ലോഗർ റിഫ മെഹ്നുവിൻ്റേത് തൂങ്ങിമരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിലെ അടയാളം തൂങ്ങിമരണം ശരിവയ്ക്കുന്നുവെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലമാണ് ഇനി കിട്ടാനുള്ളത്. ഈ മാസം 7-നാണ് പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കം ചെയ്ത റിഫയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മാർച്ച് 1-നാണ് ദുബായ് ജാഫിലിയിലെ ഫ്ളാറ്റിൽ റിഫ മെഹ്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മറവ് ചെയ്യുകയായിരുന്നു.
പിന്നീട് പെരുമാറ്റത്തിലുൾപ്പെടെ റിഫയുടെ ഭർത്താവ് മെഹ്നാസ് അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തുടങ്ങിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാക്കൂർ പോലീസ് പിന്നീട് മെഹ്നാസിനെതിരെ കേസെടുത്തു. കേസിൽ മുൻകൂർ ജാമ്യത്തിനായി മെഹ്നാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹർജി മെയ് 20 പരിഗണിക്കുമെന്നറിയിച്ച കോടതി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. മെഹ്നാസിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇയാൾ കോടതിയെ സമീപിച്ചത്. നേരത്തെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം കാസർകോട്ടേക്ക് പോയെങ്കിലും മെഹ്നാസിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം മടങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ തെളിവ് ഹാജരാക്കുവാൻ വിചാരണ കോടതി പ്രോസിക്യൂഷന് വീണ്ടും സമയം അനുവദിച്ചു. കൃത്യമായ തെളിവ് ഹാജരാക്കാത്തതിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. അതേസമയം നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതല പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുന്നത് വരുന്ന 26ലേക്ക് മാറ്റിയ വിചാരണ കോടതി ജാമ്യം റദ്ദാക്കാൻ കാരണമാകുന്ന തെളിവുകൾ ഹാജരാക്കുന്നതിന് അവസാന അവസരമാണ് നൽകുന്നതെന്നും സർക്കാരിന്റെ അഭിഭാഷകനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ദിലീപിന്റെ ഫോണിലെ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർ മുംബൈയിൽ പോയതിന് തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെട്ട ചാറ്റുകൾക്ക് നടിയെ ആക്രമിച്ച കേസുമായി നേരിട്ട് ബന്ധമുണ്ടെങ്കിലേ പ്രസക്തിയുള്ളൂവെന്ന് കോടതി മറുപടി നൽകി. അതേസമയം നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതല പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകി. കേസിലെ അന്വേഷണ മേൽനോട്ട ചുമതലയിൽ നിന്നും എസ് ശ്രീജിത്തിനെ മാറ്റിയെന്ന് ഹൈക്കോടതി അറിയിച്ച സർക്കാർ ശ്രീജിത്തിന്റെ സ്ഥലമാറ്റത്തെ തുടർന്ന് പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയതായും അറിയിച്ചു. സിനിമാ സംവിധായകൻ ബൈജു കൊട്ടാരക്കരയായിരുന്നു ADGP ശ്രീജിത്തിന്റെ സ്ഥാനചലനത്തിനെതിരെ കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതല ആർക്കാണെന്ന് അറിയിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന എസ് ശ്രീജിത്തിനെ സ്ഥാനത്തു നിന്ന് നീക്കിയതോടെ നടിയെ ആക്രമിച്ച കേസിന്റെയും അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയോ എന്നതിൽ വ്യക്തത നൽകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കോടതിയിൽ നിലപാടറിയിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കുളിമാട് പാലം തകർന്ന സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന വിജിലൻസ് വിഭാഗം. തകർന്ന ബീമുകൾക്ക് പകരം പുതിയത് സ്ഥാപിക്കേണ്ടി വരും. ഹൈഡ്രോളിക് ജാക്കിയുടെ പിഴവാണോ അപകട കാരണമെന്ന് പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാകൂവെന്നും PWD വിജിലൻസ് വിഭാഗം വ്യക്തമാക്കി. കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂളിമാട് കടവ് പാലത്തിന്റെ 3 പ്രധാന ബീമുകളാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. അടിയന്തര അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചതിന്റെ തൊട്ടുപിറകെയാണ് ആഭ്യന്തര അന്വേഷണ വിഭാഗം പരിശോധനയ്ക്കെത്തിയത്. നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടേത് ഉൾപ്പെടെ വിശദമൊഴി സംഘം രേഖപ്പെടുത്തി. ഡോക്യുമെന്റും മറ്റും പരിശോധിക്കേണ്ടതുണ്ട്. ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മേടിക്കാനുണ്ട്. അതെല്ലാം കൂടെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഗഡറുകൾ ഇപ്പം 3 ഗഡർ എന്തായാലും മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് പ്രാഥമികമായിട്ട് കാണുന്നത്. തൂണുകളുടെ പരിശോധന, വിശദമായ പരിശോധന, ഇനി അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട്. നടത്തിയിട്ട് അതിൽ തീരുമാനമെടുക്കും. വിദഗ്ധ സംഘം അല്ലാണ്ട് ടെസ്റ്റ് പരിശോധന നടത്തണം, ടെസ്റ്റ് നടത്തണം. പാലത്തിന് ഘടനാപരമായ പ്രശ്നങ്ങളോ നിർമ്മാണത്തിൽ അപാകതയോ ഉണ്ടോ എന്ന് തുടർ പരിശോധനകളിൽ വ്യക്തമാകും. വിവരശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായി പരിസരവാസികളിൽ നിന്നുൾപ്പെടെ സംഘം വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും. ഹൈഡ്രോളിക് ജാക്കിക്ക് വന്ന പിഴവെന്നാണ് റോഡ് ഫണ്ട് ബോർഡ് നൽകിയ പ്രാഥമിക റിപ്പോർട്ടെന്നാണ് സൂചന. ഇതുൾപ്പെടെ പരിഗണിച്ച ശേഷമാകും വിജിലൻസ് സംഘം അന്തിമ റിപ്പോർട്ട് നൽകുക. ന്യൂസ് ഡെസ്ക് ജീവൻ. പുതുതായി 700 ബസ്സുകൾ വാങ്ങാനൊരുങ്ങി KSRTC. ഡീസൽ വില വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി CNG ബസ്സുകളാണ് വാങ്ങുന്നത്. 455 കോടി രൂപ മുതൽ മുടക്കിയാണ് ബസ്സുകൾ വാങ്ങുന്നത്. KSRTC സ്വിഫ്റ്റിന് വേണ്ടിയാണ് 700 CNG ബസ്സുകളും വാങ്ങുന്നത്. ഇപ്പോൾ KSRTCയുടെ ഭാഗമായ 700 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ റൂട്ടാണ് ഇനി സ്വിഫ്റ്റിലേക്ക് പോകുന്നത്. പുതിയ ബസ്സുകൾ വരുന്ന മുറയ്ക്ക് പഴയ ബസ്സുകൾ ഓർഡിനറി സർവീസിന് വേണ്ടി ഉപയോഗിക്കും. ജീവനക്കാരെ പുനഃക്രമീകരിച്ചാവും സർവീസ് നടത്തുക. വരുമാനത്തിൽ ഭൂരിഭാഗവും ഇന്ധനത്തിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന പ്രതിസന്ധി ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് CNG ബസ്സിലേക്ക് മാറുന്നത്. ഇതുവഴി ചെലവ് കുറച്ച് ലാഭം കൂട്ടാനാണ് KSRTC ലക്ഷ്യമിടുന്നത്. 2017 ശേഷം ഈ വർഷമാണ് 116 പുതിയ ബസ്സുകൾ വാങ്ങി KSRTC സ്വിഫ്റ്റിനായി സർവീസ് നടത്തുന്നത്. പുതിയ ബസ്സുകൾ വരുന്നതോടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുകയും KSRTCയുടെ വരുമാനം ഗണ്യമായി കൂടുകയും ചെയ്യും. ഇതോടെ ബസ്സുകളുടെയും ജീവനക്കാരുടെയും അനുപാതവും ഇന്ധനച്ചെലവും കുറയുമെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ.
ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ കോൺഗ്രസിന് കനത്ത പ്രഹരം നൽകി ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ടു. സോണിയാഗാന്ധിക്ക് എഴുതിയ വിശദമായ രാജിക്കത്തിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഹാർദിക് ഉന്നയിച്ചിട്ടുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായ സമയങ്ങളിലെല്ലാം നേതാവ് വിദേശത്തായിരിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ സമയം അനുവദിച്ചാൽ തന്നെ ഗുജറാത്തിന്റെ പ്രശ്നങ്ങൾക്ക് ചെവി തരാതെ ഫോണിൽ കുത്തിക്കളിച്ചിരിക്കുകയാണെന്നും രാജിക്കത്തിൽ വിമർശനമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന് ഗുജറാത്ത് പിടിക്കണമെന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹവുമില്ലെന്നും ഹാർദിക് പട്ടേൽ കുറ്റപ്പെടുത്തി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് പട്ടീദാർ പ്രക്ഷോഭ നേതാവ് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ധൈര്യം തനിക്ക് ലഭിച്ചെന്നും തന്റെ തീരുമാനത്തെ അണികളും ഗുജറാത്തുകാരും അനുകൂലിക്കുമെന്നും ഹാർദിക് പട്ടേൽ വ്യക്തമാക്കി. നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയനാക്കപ്പെട്ട വരന്റെ അവസ്ഥയാണ് കോൺഗ്രസിൽ തനിക്കെന്ന് അടുത്തിടെ ഹാർദിക് പട്ടേൽ തുറന്നടിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, ജീവൻ. കോൺഗ്രസ് നേതാവ് നവ്ജോത് സിംഗ് സിദ്ധുവിന് 1 വർഷം തടവ്. 34 വർഷം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് റോഡിലുണ്ടായ തർക്കത്തിൽ ഒരാളെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിൽ സുപ്രീം കോടതി സിദ്ധുവിനെ ശിക്ഷിച്ചത്. നേരത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി കേസിൽ സിദ്ധുവിന് 3 വർഷത്തെ തടവ് വിധിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തിയ സിദ്ധു അനുകൂല വിധി തേടിയെങ്കിലും കൊല്ലപ്പെട്ട ഗുർനാം സിംഗിന്റെ ബന്ധുക്കൾ നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിച്ചാണ് സിദ്ധുവിനെ 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. 1988 ഡിസംബർ 27-ന് റോഡിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ പട്യാല സ്വദേശി ഗുർനാം സിംഗിനെ സുഹൃത്തിനൊപ്പം സിദ്ധു മർദ്ദിച്ചെന്നും തലയ്ക്കടിയേറ്റ് ഇയാൾ മരിച്ചുവെന്നുമാണ് കേസ്. 99-ൽ പഞ്ചാബിലെ സെഷൻസ് കോടതി ഈ കേസിൽ സിദ്ധുവിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. സംഭവത്തിന് തെളിവില്ലെന്ന വാദം അംഗീകരിച്ചായിരുന്നു നടപടി. ഇതിനെതിരെ മരിച്ചയാളുടെ ബന്ധുക്കൾ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കുകയും സിദ്ധുവിനെ 3 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയുമായിരുന്നു. സുപ്രീം കോടതിയെ സമീപിച്ച സിദ്ധു കുറ്റകൃത്യ സ്വഭാവത്തോടെ നടന്ന സംഭവമായിരുന്നില്ല ഇതെന്ന് വാദിച്ചു. വാദം അംഗീകരിച്ച കോടതി തടവ് ശിക്ഷ ഒഴിവാക്കുകയും മുറിവേൽക്കണമെന്ന ഉദ്ദേശത്തോടെ മർദ്ദിച്ചു എന്നത് കണക്കിലെടുത്ത് 1000 രൂപ പിഴയൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ വിധി ചോദ്യം ചെയ്ത ഗുർനാം സിംഗിന്റെ ബന്ധുക്കൾ നൽകിയ ഹർജിയിലാണ് മുൻ ക്രിക്കറ്റ് താരത്തെ 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. സിദ്ധുവിനോട് ഉടൻ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ജീവൻ. ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിച്ചു നീക്കൽ ഡൽഹി കോർപ്പറേഷനോട് സംസ്ഥാന സർക്കാർ വിശദീകരണം തേടി. BJP ഭരിക്കുന്ന 3 കോർപ്പറേഷൻ വിഭാഗങ്ങളോടാണ് വിശദീകരണം തേടിയത്. ഏപ്രിൽ 1 മുതൽ നടത്തിയ കയ്യേറ്റങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യം. ഒഴിപ്പിക്കൽ നടപടി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചതോടെയാണ് വിഷയത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് ഡൽഹി സർക്കാർ ആവശ്യപ്പെട്ടത്. ഒഴിപ്പിക്കൽ നടപടിയിലൂടെ 63 ലക്ഷം ജനങ്ങൾക്ക് വീടില്ലാതായെന്നും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തകർക്കൽ നടപടിയാണ് ഉണ്ടായതെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി. വലിയ ആസൂത്രിത നഗരമെന്ന രീതിയിൽ ഡൽഹി വികസിച്ചിട്ടില്ല. 80% ആളുകൾ കാലങ്ങളായി ഇങ്ങനെ തന്നെയൊക്കെയാണ് താമസമെന്ന് കരുതി ഇതെല്ലാം തകർക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും കേജ്രിവാൾ ചോദിച്ചു. BJP ഭരിക്കുന്ന പ്രാദേശിക സർക്കാരുകളാണ് ഡൽഹിയിലെ ഒഴിപ്പിക്കലിനും ബുൾഡോസർ നടപടിക്കും നേതൃത്വം നൽകിയത്. ഇത് ധാർമ്മികതയുടെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും ലംഘനമാണ്. ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികളെ പ്രതിരോധിച്ച് ജയിലിൽ പോവാൻ ആം ആദ്മി MLA-മാർ തയ്യാറാവണമെന്നും കേജ്രിവാൾ ആവശ്യപ്പെട്ടു. ഒഴിപ്പിക്കാനെത്തുമ്പോൾ ജനങ്ങൾ അവരുടെ കയ്യിലുള്ള രേഖകളെല്ലാം കാണിച്ചതാണ്. എന്നാൽ അത് പരിശോധിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ജഹാംഗീർപുരിയിലെ സംഘർഷത്തിനു ശേഷമാണ് ഒഴിപ്പിക്കൽ നടപടിയുണ്ടായത്. ഇത് ചില പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി. നാഷണൽ ഡെസ്ക്, ജീവൻ. താജ്മഹലിൽ ഹിന്ദു വിഗ്രഹങ്ങളുണ്ടെന്ന വാദം തള്ളി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. താജ്മഹലിനെ പൂട്ടിക്കിടക്കുന്ന മുറികൾ അറ്റകുറ്റപ്പണികൾക്കായി അടുത്തിടെ തുറന്നിരുന്നുവെന്നും മുറികൾക്കുള്ളിൽ ഒന്നും കണ്ടെത്തിയില്ലെന്നും SI വ്യക്തമാക്കി. പലതവണ അറ്റകുറ്റപ്പണികൾക്കായി താജ്മഹലിലെ എല്ലാ മുറിയും തുറക്കാറുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് അവസാനം തുറന്നത്. മുറികളിൽ ഹിന്ദു വിഗ്രഹങ്ങളൊന്നുമില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ മുറികളുടെ ചിത്രങ്ങളുണ്ടെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. താജ്മഹലിൽ വിഗ്രഹങ്ങളുണ്ടെന്ന വാദവുമായി BJP നേതാവ് അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. രൂക്ഷമായ വിമർശനങ്ങളോടെ ഹർജി തള്ളിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഹർജിക്കാരൻ പറഞ്ഞത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ജയ്പൂർ രാജകുടുംബത്തിന്റേതായിരുന്നുവെന്ന അവകാശവാദവുമായി BJP MP രംഗത്തെത്തിയിരുന്നു. ജയ്പൂർ രാജകുടുംബത്തിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഭൂമി പിടിച്ചെടുത്തതാണെന്ന് രാജസ്ഥാനിൽ നിന്നുമുള്ള BJP MP ദിയകുമാരി പറഞ്ഞു. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ജയ്പൂർ രാജകുടുംബത്തിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. താജ്മഹലിനുള്ളിലെ മുറികൾ എന്തിനാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയണം.
ധാരാളം മുറികൾ സീൽ ചെയ്ത അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ എന്താണുള്ളതെന്ന് കണ്ടെത്താൻ അന്വേഷണം വേണമെന്നും ദിയകുമാരി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജീവൻ. കാർത്തി ചിദംബരം ഉൾപ്പെട്ട വിസ തട്ടിപ്പ് കേസിൽ CBI ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. കാർത്തി ചിദംബരത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഭാസ്കർ രാമനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഭാസ്കർ രാമന്റെ വീട്ടിൽ CBI പരിശോധന നടത്തിയിരുന്നു. 2011 ചൈനീസ് പൗരന്മാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി വിസ സംഘടിപ്പിച്ചു നൽകിയ കേസിലാണ് കാർത്തി ചിദംബരം അന്വേഷണം നേരിടുന്നത്. പി ചിദംബരം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവമെന്നാണ് ആരോപണം. നേരത്തെ വിദേശ ഫണ്ട് സ്വീകരിച്ചതടക്കമുള്ള നിരവധി കേസുകൾ കാർത്തി ചിദംബരത്തിനെതിരെയുണ്ട്. കഴിഞ്ഞ ദിവസം കാർത്തി ചിദംബരത്തിന്റെ വസതികളിലും ഓഫീസുകളിലും CBI റെയ്ഡ് നടത്തി. ഡൽഹി, ചെന്നൈ, മുംബൈ, പഞ്ചാബ്, കർണാടക, ഒഡീഷ എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. ഡൽഹിയിലെ ചിദംബരത്തിന്റെയും കാർത്തിയുടെയും ഔദ്യോഗിക വസതിയിലും റെയ്ഡ് നടന്നു. താൻ പ്രതിയാകാത്ത കേസിലാണ് റെയ്ഡെന്നും അന്വേഷണ സംഘത്തിന് ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും രാജ്യസഭാ അംഗം കൂടിയായ ചിദംബരം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജീവൻ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ 1888 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ അപൂർവം ചില പ്രതികൾക്ക് മാത്രമേ ശിക്ഷ ലഭിച്ചിട്ടുള്ളൂവെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ പറയുന്നു. 1888 കസ്റ്റഡി മരണങ്ങളിൽ 893 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 358 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഇക്കാലയളവിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 26 പോലീസുകാർ മാത്രം. ബാക്കി കേസുകളിൽ ഒന്നിലും ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണം സംഭവിച്ചത് 2019 കസ്റ്റഡി മരണങ്ങളെ NCRB 2 തരംതിരിക്കുന്നത്. റിമാൻഡിൽ ഇല്ലാത്ത വ്യക്തികളുടെ മരണങ്ങളാണ് ആദ്യത്തേത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. രണ്ടാമത്തേത് റിമാൻഡിലുള്ളവരുടെ മരണങ്ങളാണ്. കോടതി റിമാൻഡ് ചെയ്തവരുടെ മരണങ്ങളാണ് ഇതിൽ വരുന്നത്. പോലീസ് കസ്റ്റഡിയിലിരിക്കവേ ഒരാൾ മരണപ്പെട്ടാൽ ഉടനടി FIR തയ്യാറാക്കണമെന്ന് നിബന്ധനയുണ്ട്. കസ്റ്റഡി മരണങ്ങളെപ്പറ്റി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തേണ്ടതും അനിവാര്യമാണ്. CRPC സെക്ഷൻ 176 പ്രകാരം കസ്റ്റഡി മരണങ്ങളെപ്പറ്റി പോലീസ് അന്വേഷണം നടത്തിയാലും മജിസ്ട്രേറ്റ് നിർബന്ധമായും അന്വേഷണം നടത്തണമെന്നാണ് വ്യവസ്ഥ. അന്വേഷണം നടത്തുന്ന മജിസ്ട്രേറ്റ് മരണം നടന്ന് 26 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള സിവിൽ സർജന് മൃതദേഹം വിശദ പരിശോധനയ്ക്ക് കൈമാറണം. അതിന് കഴിയാതെ വന്നാൽ അക്കാര്യം കാരണസഹിതം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം. ഒരു കസ്റ്റഡി മരണം സംഭവിച്ചാൽ അക്കാര്യം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും അറിയിച്ചിരിക്കണമെന്നും നിബന്ധനയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോയും റെക്കോർഡ് ചെയ്യണം. ഇതെല്ലാം ഉൾപ്പെടുന്ന മജിസ്ട്രേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ടും 2 മാസത്തിനകം തന്നെ കമ്മീഷന് നൽകണം. കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജീവൻ. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാർലമെന്റ് വോട്ടിനിട്ട് തള്ളി. 68 MPമാർ മാത്രമാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. 119 പേർ എതിർത്ത് വോട്ട് ചെയ്തു. റെനിൽ വിക്രമസിംഗയെ പ്രധാനമന്ത്രിയായി നിയമിച്ചതിനു ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിലാണ് അവിശ്വാസം വോട്ടിനിട്ടത്. ഭരണപക്ഷ MP അജിത് രജപക്സയെ ഡെപ്യൂട്ടി സ്പീക്കറായി സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ශ්‍රීලංකയിൽ ඉදුවරෙයිല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. මං කව පාර්ලිමේන්තුවේ මේ ප්‍රශ්නේ පැනනගෙනවා කරුණාකරලා මට කියන්න මොකද්ද තත්ත්වය කියලා. එහෙනම් කිව්වා නීතිපතිතුමාගේ නියෝග ලබා තියෙනවා. ඒ අනුව එතුමා ක්‍රියා කරනවා කියලා. මම යෝජනා කරා ඒ ගැන ඔබතුමාට වාර්තා කරන්න. මං හිතන්නේ හොඳම එක තමයි දවස් 2කින් 2කට නැත්නම් 3න් 3ට ඔබතුමාට ප්‍රගති 70 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് രാജ്യം. പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ രാജ്യത്തെ പെട്രോൾ ലഭ്യത അവസാന ദിവസത്തിലെത്തിയെന്ന് അറിയിച്ചതോടെ പെട്രോൾ പമ്പുകളിലെങ്ങും നീണ്ട നിരയാണ്. 20 മണിക്കൂറിലേറെ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്ത്. ശമ്പളം നൽകാനായി സെൻട്രൽ ബാങ്കിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീലങ്കൻ എയർലൈൻ സ്വകാര്യവത്കരിക്കുമെന്നും വിക്രമസിംഗെ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. ഇനി കായിക വാർത്തകളിലേക്ക്. യൂറോപ്പ ലീഗ് കിരീടം ജർമ്മൻ ക്ലബായ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന്. ഫൈനലിൽ റേഞ്ചേഴ്സിനെ കീഴടക്കിയാണ് ഫ്രാങ്ക്ഫർട്ട് കിരീടത്തിൽ മുത്തമിട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഫ്രാങ്ക്ഫർട്ട് കിരീടം നേടിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. 57-ാം മിനിറ്റിൽ ജോ അറിബോയിലൂടെ റേഞ്ചേഴ്സാണ് ആദ്യം ലീഡെടുത്തത്. എന്നാൽ 69-ാം മിനിറ്റിൽ റാഫേൽ സാന്റോസ് മൗറിയിലൂടെ ഫ്രാങ്ക്ഫർട്ട് സമനില ഗോൾ കണ്ടെത്തി. ഷൂട്ടൌട്ടിൽ ഫ്രാങ്ക്ഫർട്ട് 5-4 വിജയം കണ്ടു. സൂപ്പർ താരം ആരോൺ റാംസി കിക്ക് പാഴാക്കിയതാണ് റേഞ്ചേഴ്സിന് തിരിച്ചടിയായത്. നീണ്ട 42 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാങ്ക്ഫർട്ട് യൂറോപ്പ കിരീടം നേടുന്നത്. ഇതിനു മുൻപ് 1980-ലാണ് ടീം അവസാനമായി കിരീടത്തിൽ മുത്തമിട്ടത്. ഈ കിരീടത്തോടെ അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുള്ള അവസരവും ടീമിന് ലഭിച്ചു.
സെമിയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ക്ലബ്ബായ വെസ്റ്റ് ഹാമിനെ തകർത്താണ് ഫ്രാങ്ക്ഫർട്ട് കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. റേഞ്ചേഴ്സ് RB ലെപ്സിക്കിന്റെ വെല്ലുവിളി മറികടന്ന് ഫൈനലിലേക്ക് ടിക്കറ്റെടുത്തു. അത്യന്തം ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിനാണ് സ്പെയിനിലെ സെവിയ സ്റ്റേഡിയം സാക്ഷിയായത്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പോയ വാർത്തകളും വിശേഷങ്ങളുമായി ആഴ്ചവട്ടം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.